ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ വീഡിയോ ആണ് കേട്ടോ. അതിൻ്റെ കൂടെ ഞാൻ അൺബോക്സിങ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ വോയിസ് ഓവറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ വീഡിയോ എടുത്തതിന് ശേഷം ഞാൻ വീണ്ടും ഒന്ന് കേട്ട് നോക്കിയപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ നോയ്സ് ഉണ്ടായിരുന്നു, ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇത് വോയിസ് ഓവർ ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ ഒരു എൻ്റെ വോയിസിനും അത്യാവശ്യം നല്ലൊരു പ്രശ്നമുണ്ട്. എനിക്കിപ്പോൾ കോൾഡാണ്, അപ്പോൾ അതും കൂടെ ഒന്ന് എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ബേബീസിന് വേണ്ടിയിട്ടുള്ളൊരു കാറാണ്. 1 to 3 years ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു കാറാണ്. ലവ് ലാപ്പ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു കാറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു യെല്ലോ കളറാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. 3 കളേഴ്സ് അവൈലബിൾ ആണ്: ബ്ലൂ, പിങ്ക്, യെല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ബേബിക്ക് ഓൾമോസ്റ്റ് എല്ലാ സമയത്തും വാങ്ങിക്കുന്നത് ബ്ലൂവിൻ്റെ കളറാണ്. എല്ലാ പ്രോഡക്റ്റും ബ്ലൂ കളേഴ്സാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം ഒന്ന് മാറ്റി പിടിക്കുക, കാരണം ഇവൻ തന്നെ ബോറടിക്കുന്നുണ്ടാവും ഈ ഒരു കളറ് കണ്ടിട്ട്. അപ്പോൾ വിചാരിച്ചു യെല്ലോ കളർ വാങ്ങിക്കാൻ വിചാരിച്ചിട്ട് യെല്ലോ കളറാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്, ഈ ഒരു കാറ് വാങ്ങിച്ചിട്ടുള്ളത്. അത്യാവശ്യം കാണാൻ നല്ല ക്യൂട്ടാണ് കേട്ടോ, യെല്ലോ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞാനിത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1198, 33% ഓഫിലാണ് ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത്, ഇതിൻ്റെ വീൽസും സ്റ്റിയറിങ്ങും ഒക്കെ വേറെ വേറെ പാർട്സ് ആയിട്ടാണ് വാങ്ങിച്ചിട്ട്, ഇവർ പാക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഫിറ്റ് തന്നെ വേണം. പിന്നെ ഇവരതിൻ്റെ കൂടെ ഒരു സ്റ്റിക്കറും അവൈലബിൾ ആണ്. കുറച്ച് സ്റ്റിക്കേഴ്സ്, അതായത് അങ്ങനെ ഇങ്ങനത്തെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഈ ഒരു കാറിൽ നമ്മൾക്ക് ഒട്ടിക്കാനുള്ള സ്റ്റിക്കേഴ്സും അവർ വേറൊരു ഇതാക്കിയിട്ടാണ് തന്നിട്ടുള്ളത്. പിന്നെ സ്റ്റിയറിങ്ങിൽ നമ്മൾക്ക് ബാറ്ററി ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്യാണ് വേണ്ടത്. അതിൽ സ്ക്രൂ ഉണ്ട്, ആ സ്ക്രൂ അയച്ചിട്ടിട്ട് ഇത് നമ്മൾ ഫിറ്റ് ചെയ്യാണ് വേണ്ടത്. ആ സ്ക്രൂ അയക്കാൻ ഞാൻ അത്യാവശ്യം കഷ്ടപ്പെട്ടിട്ടോ, ചെറിയൊരു ടൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് അവിടെ ഒരു ടൈം എടുക്കുന്നത്. പിന്നെ ഈ ഒരു സ്റ്റിയറിങ്ങിൽ ഈ സ്റ്റിയറിങ്ങിൽ നമ്മൾക്ക് ബാറ്ററി യൂസ് ചെയ്തിട്ട് അതിൽ മ്യൂസിക് കേൾക്കാൻ പറ്റും, ആ യെല്ലോ കളറിലും ഇതിലൊക്കെ. പക്ഷെ എൻ്റെ കയ്യിൽ ബാറ്ററി അവൈലബിൾ അല്ലാത്തതുകൊണ്ട് അത് ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അത് വാങ്ങിച്ചിട്ട് ഇനി ഇടാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഒരു സ്റ്റിയറിങ് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അത്ര വലിയ ഭയങ്കര വലിപ്പമൊന്നുമില്ല, കുട്ടികൾക്ക് പറ്റിയൊരു സ്റ്റിയറിങ്ങിൻ്റെ ഒരു സൈസ് തന്നെയാണ് അത് ഇവർക്ക് യൂസ് ചെയ്യുക. അപ്പോൾ ഞാനിതൊരു ഫിറ്റ് ചെയ്യണം, ആ സ്ക്രൂ അതിനകത്ത് കയറ്റിയിട്ടാണ് അത് ഫിറ്റ് ചെയ്യേണ്ടത്. ഫിറ്റ് ചെയ്യാൻ കുറച്ച് നേരം ടൈം എടുത്തു. ആ ഒരു ടൈമാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ക്രൂ അയച്ചിട്ട് നമ്മൾ ഇതിനകത്ത് ഈ ഒരു ഹോളിലോട്ട് ഇൻസേർട്ട് ചെയ്താൽ മതി ആ സ്ക്രൂ. ഇതും കുറേ ടൈം എടുത്തു കേട്ടോ, ഈ ഒരു ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഭയങ്കര ടൈറ്റ് ഉണ്ട്. അത് ഞാൻ ഫിറ്റ് ചെയ്യണതിൻ്റെ കറക്റ്റായിട്ട് അതിനോട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടൊന്നും അറിയില്ല. ഭയങ്കര ടൈം എടുത്തു ആ ഒരു ഹോളിലോട്ട് ഇത് കൊണ്ടുപോകാനേ, ഭയങ്കര ടൈം എടുത്തു. പിന്നെ ഇതാണ് അതിനകത്തുള്ള വീലെന്ന് പറയുന്നത്. 4 വീൽസാണ് ഉള്ളത്. പിന്നെ ഇതാണ് ബാക്ക് റെസ്റ്റ് ആണുള്ളത് സീറ്റിന്. കുട്ടികൾക്ക് ബാക്കിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. അത് ഫിറ്റ് ചെയ്യാനുള്ളൂ. അത് ജസ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ തന്നെ കയ്യിൽ നിന്ന് പോരുന്നുണ്ട്. നമ്മൾ ടൈറ്റായിട്ടൊന്നും ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഇതാണ് 4 വീൽസ് എന്ന് പറയുന്നത്. പിന്നെ 2 റോഡും കൂടെ അവൈലബിൾ ആണ്. അത് ഈ 2 വീൽസും ലെഫ്റ്റും റൈറ്റുള്ള വീല് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റോഡാണ്. പിന്നെ അതിനകത്ത് വേറൊരു സാധനം എന്ന് പറഞ്ഞാൽ ഒരു വൈറ്റ് കളറുള്ള സാധനം ആ ഒരു വീലിന് ഭംഗി കൂട്ടാനുള്ളതാണ്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്താൽ മതി അതിനകത്ത്. പിന്നെ ഈ റോഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ലെഫ്റ്റ് റൈറ്റുള്ള വീല് തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഈ ഹോളിലോട്ട് കയറ്റിയിട്ട് ഈ ഒരു ലെഫ്റ്റ് സൈഡത്തെ വീൽ ഇതിനോട്ട് കയറ്റുക, എന്നിട്ട് മറ്റേതും ഇപ്പുറത്തും കണക്ട് ചെയ്താൽ മതി. അത്ര വലിയ ടാസ്ക് ഒന്നുമില്ല. പിന്നെ അതിന് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിന്നും കൂടെ അവർ അവൈലബിൾ ആണ് കേട്ടോ. അവർ അതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ലോക്കായി നിൽക്കും. ആ ഒരു വീല് ലെഫ്റ്റ് റൈറ്റുള്ള വീല് തമ്മിലൊന്ന് ലോക്കായിട്ട് നിൽക്കുക. ഈ ഒരു കാണിക്കുന്ന പോലെയാണ് അത് ഇൻസേർട്ട് ചെയ്യേണ്ടത്. പിന്നെ അടുത്ത വീല് ഈ ഒരു സൈഡിലുള്ള വീലും കൂടെ അതിൽ ഇൻസേർട്ട് ചെയ്തിട്ട്, എന്നിട്ട് ഈ ഒരു അതിനകത്ത് ഒരു പിന്ന് വെച്ചിട്ട്, ആ ഒരു സ്ഥലത്ത് പിന്ന് വെച്ചിട്ട് നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. അത് ആ പാക്കറ്റിൽ തന്നെ, അത് ഈ ഒരു റോഡിൽ തന്നെ അത് കാണിക്കുക. ഈ ഒരു കണക്ടറിൽ തന്നെ അത് അവർ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും.
അത് ഊരിയിട്ടാണ് നമ്മൾ ഈ ഒരു വീല് നമ്മൾ അതിനകത്തേക്ക് കയറ്റണം. എന്നിട്ട് പിന്നെ നമ്മൾ ഒന്നും കൂടെ അത് ഇട്ടിട്ട് അത് ലോക്ക് ചെയ്താൽ അത് ലോക്കായിട്ട് തന്നെ നിൽക്കും. ലെഫ്റ്റ് റൈറ്റും പിന്നെ ലോക്കായിട്ട് തന്നെ നിൽക്കും. അങ്ങനെയാണ് ഈ ഒരു ഇതിൻ്റെ ഫ്രണ്ടും ഇങ്ങനെ തന്നെ ഫിറ്റ് ചെയ്യേണ്ടത് കേട്ടോ. ഇത് ബാക്കും ഉണ്ടാവുമല്ലോ, ബാക്കും ഫ്രണ്ടും വീലുണ്ടാവുമല്ലോ. അപ്പോൾ രണ്ടും ഇതേപോലെ തന്നെയാണ് ഫിറ്റ് ചെയ്യേണ്ടത്. പക്ഷേ ഇത് കുറച്ച് ടാസ്ക്കായി എനിക്ക്. പറഞ്ഞാൽ ഞാനത് ഒരാവശ്യമില്ലാതെ ജസ്റ്റ് അത് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചാൽ ഒന്ന് വിടർത്തി. അതിൻ്റെ ആവശ്യം ശരിക്കും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ ഇതാക്കിയാൽ മതിയായിരുന്നു. അതിനകത്ത് ഞാൻ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യം ശരിക്കും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ കയറ്റേണ്ട ആവശ്യമുള്ളൂ, വലിയ പണി ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് നോട്ടീസ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഇങ്ങനെ വലിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇങ്ങനെ ഇൻസെർട്ട് ചെയ്താൽ. പിന്നെ ഈ ഒരു സാധനം എന്ന് പറയുന്നത് നമ്മൾ ടയറിൽ ഇൻസെർട്ട് ചെയ്യാൻ വേണ്ടി, ടയറിലൊരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് അവർ തന്നിട്ടുള്ളത്. അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്താൽ മതി. അതിനകത്ത് ഉള്ളത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. അത് ഈ 4 വീലിലും അങ്ങനെ ചെയ്താൽ മതി. അത്ര വലിയ ടാസ്ക്കൊന്നുമില്ല, വലിയ ടൈറ്റൊന്നുമില്ല. നല്ല സാധനമാണ്, നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. നമുക്ക് അങ്ങനെ ഞാനിപ്പോൾ 4 സൈഡും ഞാനിങ്ങനെ വീല് ചെയ്യുകയാണ്. പിന്നെ എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. ഇത് എൻ്റെ ഉമ്മച്ചിയാണ് വീഡിയോ എടുത്ത് തന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ്, അപ്പോൾ അതിൻ്റെ കുറച്ച് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും അതൊന്ന് ക്ഷമിക്കുക. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ 4 സൈഡും ഞാനിങ്ങനെ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തുള്ളത് എൻ്റെ ബേബിയാണ്, അവനും കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹെൽപ്പ് ഇൻ ദ സെൻസ് എങ്ങനെയൊക്കെ അത് നശിപ്പിക്കുക എന്നുള്ളതാണ്. അത് ചെയ്യുന്നുണ്ട്. എല്ലാതും അവന് ചെയ്യണം എന്നുള്ളതാണ്. ഇവന് എല്ലാ വീൽസും കറക്കണ എന്ത് സാധനം ഉണ്ടെങ്കിലും ഇവനെപ്പോഴും അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും കേട്ടോ. എപ്പോഴും അതിങ്ങനെ കറക്കിക്കൊണ്ടേ ഇരിക്കണം, അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. അതാണ് ഇവന് ആ വീലിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് നല്ലൊരു സ്മൂത്തായിട്ടുള്ള വീലാണ്. പിന്നെ ഈ ബാക്ക് റെസ്റ്റ് നമ്മൾക്ക് വലിയ ആൾക്കാർക്ക് അത് പുഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്കത് കൺട്രോൾ കിട്ടും. പിന്നെ ഇതിനകത്ത് ഒരു സ്റ്റോറേജ് ഉണ്ട്, ഒരു സ്മോൾ സ്റ്റോറേജാണ്, അത്ര വലിയ സ്റ്റോറേജൊന്നുമല്ല. പിന്നെ ഇതിന് നമുക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും കൊണ്ട് ഇടാനും കളിക്കാനും ഒക്കെ പറ്റിയൊരു ചെറിയൊരു ഇതാണ്. അത്യാവശ്യം ഇതാണ് ഇതിൻ്റെ ഒരു ഓൾമോസ്റ്റ് ലാസ്റ്റ് പ്രൊഡക്റ്റ്. എല്ലാതും കൂടെ ഫിറ്റ് ചെയ്തിട്ട് സ്റ്റിയറിങ്ങും ബാക്ക് റെസ്റ്റും വീലും. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും ഒക്കെ ഉണ്ട്. പിന്നെ ഇതിന് ഒരു ഡിമെറിറ്റ്സും ഞാൻ കണ്ടിട്ടില്ല, ഒരു ഡിസഡ്വാൻറ്റേജ് ഞാൻ കണ്ടില്ല കേട്ടോ. എല്ലാതും പക്കയാണ് കണ്ടിട്ട്. ഇനി ഇവന് എത്ര ഡ്യൂറേഷൻ ഉണ്ട്, ഡ്യൂറബിലിറ്റി ഉണ്ട് എന്നിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് അൺബോക്സിങ് ചെയ്തിട്ടുള്ളല്ലോ. അപ്പോൾ ഇത് കണ്ടിട്ട് നല്ലൊരു പ്രൊഡക്റ്റാണ്. ഈ ഒരു ബേബീസിന് ഇവർക്കും എൻ്റർടൈൻമെൻ്റ് ആവുമല്ലോ ഇത്. പിന്നെ ഈ ഒരു 1 to 3 years വരെയാണ് ഇതിൻ്റെ ഒരു ടൈം ഏജ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇത് 3 years വരെ ഒന്നും ഉണ്ടാവില്ല. കാരണം ഇപ്പം തന്നെ ഇവനക്ക് കറക്റ്റ് ഇതിലാണ് നിൽക്കുന്നത്. ഈ കാലും ഇതൊക്കെ ഇവൻ്റെ ഫൈനൽ ലുക്ക്. ഇവന് ഭയങ്കര ഹാപ്പിയിലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 3 year എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അപ്പോഴേക്കൊന്നും പറ്റും തോന്നണില്ല. ഇപ്പോൾ ഇവന് കറക്റ്റ് ഏജിലുള്ള ഒരു സമയം തോന്നുന്നുണ്ട്. 1 year ഒക്കെയാണ് ഇതിൻ്റെ നല്ലൊരു പീക്ക് സമയം. ഇവന് ആദ്യം തന്നെ ഓടിച്ചപ്പോൾ ബാക്കിലോട്ടാണ്, റിവേഴ്സാണ് ഇവനെപ്പോഴും എടുക്കുന്നത്, ഫ്രണ്ടിലോട്ട് എടുക്കുന്നില്ല. എപ്പോഴും ഫ്രണ്ടിലോട്ട് ഇടാൻ നമ്മൾ പുഷ് ചെയ്യുന്ന വേണം. അവനെപ്പോഴും റിവേഴ്സിലോട്ടാണ് പോകുന്നത്. അതാണ് ഗ്രിപ്പ് കിട്ടണമെന്ന് തോന്നുന്നുണ്ട്. ചിലപ്പോൾ ഇനീഷ്യലി അങ്ങനെയായിരിക്കും എല്ലാവരും ചെയ്യുന്നുണ്ടാവുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. എന്നാൽ എനിക്ക് അടുത്ത വീഡിയോസിൽ ഇത് കവർ ചെയ്യാമല്ലോ. എന്നാലുള്ളൂ എന്തൊക്കെ ഇതിൽ ഡ്രോബാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. പിന്നെ എഡിറ്റിങ്ങിലും എൻ്റെ വോയിസ് ഓവറിലും വോയിസിലും എന്തൊക്കെയാണ് ചേഞ്ച് ചെയ്യേണ്ടതെന്നുള്ളതും കൂടെ അറിഞ്ഞാൽ അത് അടുത്ത വീഡിയോയിൽ ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ബൈ.